എന്നെങ്കിലും എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയത്ത് നിങ്ങൾ മൊബൈൽ സൈലന്റ് മോഡിലേക്ക് മാറ്റാറുണ്ടോ? എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകരിക്കും. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. എന്തിനാണ് നമ്മൾ സൈലന്റ് മോഡിലേക്ക് മാറ്റുന്നത്? അതായത് നമ്മൾ ചിലപ്പോൾ ഉറങ്ങുന്ന സമയത്തായിരിക്കും ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ പ്രെയർ സമയമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന സമയമായിരിക്കും നമ്മൾ ഇങ്ങനെ സൈലന്റ് മോഡിലേക്ക് മാറ്റുക. അതായത് നമുക്ക് കോളുകൾ SMS-കൾ വന്ന് ഡിസ്റ്റർബൻസ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട്, ശല്യമാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വരുന്ന അർജന്റ് കോളുകളും ഇതിലൂടെ സൈലന്റ് ആയി പോകും, നമ്മൾ അറിയുകയേ ചെയ്യില്ല. അപ്പോൾ ഈ മീറ്റിംഗ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഉറക്കം എണീച്ചു കഴിഞ്ഞാലൊക്കെയാണ് നമുക്കിങ്ങനെ ഒരു അർജന്റ് കോൾ വന്നിട്ടുണ്ട് എന്ന് നമ്മൾ അറിയുന്നത്. പക്ഷേ അങ്ങനെ നമുക്ക് ഒരു അർജന്റ് കോൾ വരുന്നതാണെങ്കിൽ ആ കോളുകൾ നമുക്ക് മാറ്റി ബാക്കിയൊക്കെ നമുക്ക് സൈലന്റ് മോഡിലേക്ക് മാറ്റുന്ന വിദ്യ നിങ്ങൾക്കറിയാമോ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഈ കാര്യം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്കതിനായിട്ട് മൊബൈലിലെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാറിൽ ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് കൊടുക്കുക. അപ്പോൾ ഡു നോട്ട് ഡിസ്റ്റർബിൻ്റെ ഓപ്ഷൻ ഏറ്റവും മുകളിൽ വരും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഓഫിലാണെങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുന്ന SMS-ഉം കോളും എല്ലാം സൈലന്റ് മോഡിലേക്ക് മാറും. ഓക്കെ, നമുക്കിപ്പോൾ മറ്റൊരു മൊബൈലിൽ നിന്നും ഇതിലേക്കൊന്ന് കോൾ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഡു നോട്ട് ഡിസ്റ്റർബ് താഴെയുള്ള ഫോണിൽ ഓണിലാണ്. ഞാനിപ്പോൾ ആ ഫോണിലേക്ക് കോൾ ചെയ്യാണ്. കോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് കോൾ വരുന്നുണ്ട്, പക്ഷേ നമുക്കറിയാനേ സാധിക്കില്ല അത് സൈലന്റ് മോഡിലാണ്. ഓക്കെ, ഇതാ കണ്ടോ, അതിലേക്ക് കോൾ വരുന്നുണ്ട്, പക്ഷേ അതിലേക്ക് കോൾ വരുന്നുണ്ടോ ഇല്ലയെന്ന് നമുക്ക് മനസ്സിലാകില്ല. ഞാനിപ്പോൾ കട്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ നോട്ടിഫിക്കേഷൻ ബാർ താഴ്ത്തി കഴിഞ്ഞാൽ കണ്ടോ, എനിക്കിപ്പോൾ ഒരു നമ്പറിൽ നിന്നും കോൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇതെനിക്ക് അർജൻറ്റ് കോളായിരുന്നു, അത് എനിക്ക് കിട്ടേണ്ടതായിരുന്നു. പക്ഷേ ഡു നോട്ട് ഡിസ്റ്റർബ് ഓൺ ആക്കിയതുകൊണ്ട്, അല്ലെങ്കിൽ സൈലന്റ് മോഡ് ഓൺ ആക്കിയതുകൊണ്ട് എനിക്ക് ആ കോൾ മിസ്സായി. അതെങ്ങനെ നമുക്ക് അത് മാത്രം ഒഴിവാക്കാൻ സാധിക്കും? അതിനായിട്ട് കോൾ ചെയ്യുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഏത് പേരിലുള്ളതാണ് നിങ്ങൾക്ക് സൈലന്റ് മോഡിൽ നിന്ന് ഒഴിവാക്കേണ്ടത് അത് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഞാനിപ്പോൾ ഈ ഒരു നമ്പറിൽ നിന്നും എനിക്ക് കോൾ വരുമ്പോൾ സൈലന്റ് മോഡിൽ നിന്നും മാറണം. അതിനായിട്ട് ഞാനിവിടെ ഓപ്പൺ ചെയ്തു. ഇവിടെ ആ ഒരു ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ, അതിനുശേഷം ഇവിടെ 4 ഓപ്ഷനുകൾ താഴെ കാണാൻ സാധിക്കും. അതിൽ ഫേവറേറ്റ് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കുക. കണ്ടോ, ആ നക്ഷത്രത്തിൻ്റെ ഭാഗം നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുത്താൽ മതി, അത് ഫേവറേറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഏതൊക്കെ നമ്പറിൽ നിന്നാണ് കോൾ വരേണ്ടത് അതൊക്കെ നിങ്ങൾ ഫേവറേറ്റ് ആക്കി വെക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇവിടെ അത് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഏറ്റവും മുകളിൽ അത് ഓണിലാണ് കേട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കുക, ഓണിലാണ്. ഓക്കെ, എന്നിട്ട് കുറച്ച് താഴേക്ക് വരാം. ഇവിടെ കോൾ ആൻഡ് മെസ്സേജ് എന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഓഫിലായിരിക്കും ഉണ്ടാകുക, നൺ എന്ന ഭാഗത്തായിരിക്കും ഉണ്ടാകുക. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഫേവറേറ്റ് കോണ്ടാക്റ്റ് ഓൺലി എന്ന ഈ ഒരു ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുക. ഓക്കെ, അത്രയും നിങ്ങൾ ചെയ്യണ്ടു. ഇനി നിങ്ങൾക്ക് ഈ ഫേവറേറ്റിൽ വെച്ച കോളുകളിൽ നിന്നും നിങ്ങൾക്ക് കൃത്യമായിട്ട് കോൾ വരും, നിങ്ങൾ ഡു നോട്ട് ഡിസ്റ്റർബ് ഓൺ ആക്കിയാൽ പോലും. ഓക്കെ, ഇനി ഞാനിപ്പോൾ അതേ നമ്പറിലേക്ക് കോൾ ചെയ്യാണ്. ഓക്കെ, ഡു നോട്ട് ഡിസ്റ്റർബ് ഓൺലിയാണ് കേട്ടോ. ഇതാ കൃത്യമായിട്ട് എനിക്ക് കോൾ വരുന്നുണ്ട്, റിങ് അടിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സൈലന്റ് മോഡിലാണെങ്കിലും നമുക്ക് വേണ്ടപ്പെട്ടവരുടെ കോളുകൾ ഒരിക്കലും മിസ്സാകാതിരിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സെറ്റിംഗ്സ് അറിഞ്ഞു വെക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.